ഹായ് അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ അല്ല വന്നത്, ചായ കുടിയും നഷ്ടം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം തോന്നുന്നത് ഏകദേശം ഒരു 10-11 ആ ഒരു ടൈമിൽ അങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ഓർഡർ ഉണ്ടായത്, വലിയ ഓർഡർ ബൾക്കായ അങ്ങനത്തെ ഒന്നുമില്ല, ചെറിയൊരു ഓർഡർ ഉണ്ടായത്, ചെറിയ 1, 2, 3 അങ്ങനത്തെ ഓർഡർ ഉണ്ടായിരുന്നു. അത് പിന്നെ ഡേറ്റ്സ് മസാല ഫ്രൈ ഇല്ലേ അത്, പിന്നെ വേള ചട്ടിപ്പത്തൽ അങ്ങനത്തെ എല്ലാം ഓർഡർ ഉണ്ടായിരുന്നു, വെന്ത മരുന്നിൻ്റെ എല്ലാം. അപ്പോൾ വേളയും ചട്ടിപ്പത്തലെല്ലാം ഇന്നലെ ഓർഡർ ഉണ്ടായിരുന്നു വേറെ. അപ്പോൾ അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ചുട്ടച്ചിന്ന് ഉണ്ടായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഡേറ്റ്സും വേറെ എന്തും ഉണ്ടാക്കുന്നത് വേറെ നമ്മളെ കുറച്ച് കിച്ചണത്തെ പണിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം എന്താ ചെറിയ വീഡിയോ എടുക്കാൻ വിചാരിച്ചതേ അല്ല, ട്രൈപ്പോഡ് കിച്ചണിൽ തന്നെ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പണിയെല്ലാം എടുത്തിട്ട് പകുതിയാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആക്കി എങ്ങനത്തെ അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ ഇതാ നോക്കിയോ, നമ്മൾ ഡേറ്റ്സിൻ്റെ മസാല എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറട്ടെ, ഞാൻ അവിടെ മാറ്റി വെച്ചിന്. ആ ടൈമിൽ നമ്മൾ കിച്ചണെല്ലാം ഒന്ന് ചെറുതായിട്ട് കച്ചറായിട്ടുണ്ട്, അതിനെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ബാബി ഉമ്മ ആരുമില്ല, അവർക്കെല്ലാം കുറച്ച് തിരക്കുണ്ട്. ബാബിൻ്റെ ഇടയിൽ നിന്ന് മുയിലോതുണ്ട്, ചാനയുടെ റബില്ലോ എല്ലാം മുയിലോത്. അങ്ങനെ നമുക്ക് അവിടെ പോകാനുണ്ട്. അത് എടുത്ത കുറച്ച് കച്ചറ പണിയും ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബാബിയോട് ചോദിച്ചിട്ടുണ്ട് അതിന് പണിയുണ്ടാ ഓർഡറല്ല ഹെൽപ്പാക്കാനുണ്ടാ വരുന്നതെന്ന്. അപ്പോൾ ബാബിയിൽ വേണ്ട, നിൻ്റെ ഓർഡർ കൊടുത്തിട്ടായിരുന്നു മന്തിയാണ് ഉണ്ടാക്കുന്നത്, അത്ര വലിയ പണിയില്ല എന്നുള്ളതിട്ട്. അങ്ങനെ ഇങ്ങനെ മുറ്റത്ത് തന്നെ അല്ലേ ആ ജനലിൽ തന്നെ മുടിക്കൊണ്ടും നോക്കിക്കൊണ്ടും കണ്ടോണ്ടും അങ്ങനെയാണ് ഞാൻ ഇതാക്കൽ. അങ്ങനെ മസാല എല്ലാം വെച്ചിട്ടില്ലേ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മിഷനിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മിഷനൊന്ന് നോക്കുന്നുണ്ട്, തിരിക്കുന്നുണ്ട്, ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നെല്ലാം ഉണ്ട്. ആൽക്കിൽ അങ്ങനെ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ, രാവിലെ തന്നെ ആൽക്കൽ പണി കഴിഞ്ഞെങ്കിൽ ഒരു പകുതി പണി കുറഞ്ഞ പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഉള്ളെല്ലാം ഞാൻ രാവിലെ അടിച്ചിട്ട് വരുമ്പോൾ തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചിട്ട് വന്നതിന് തുടച്ചിട്ടില്ല, അടിച്ചിട്ട് വന്നതിന് ശേഷം അന്നൊക്കെ ഞാൻ കിച്ചണിൽ നിന്നത്. അപ്പോൾ കിച്ചണിലാകുമ്പോൾ നമുക്ക് കിച്ചണിലും ഉണ്ടല്ലോ കുറേ പണി അല്ലേ, അലക്കൽ, ക്ലീനാക്കൽ, കിച്ചൺ ക്ലീനാക്കൽ, തുടക്കൽ, മുറ്റടിക്കൽ, പാത്രം കഴുകൽ, അതെല്ലാം പിന്നെ നിന്നെങ്കിലല്ലേ അന്ന് രാത്രി വരെ അടുത്ത പണി തീരല്ല കിച്ചണിലല്ലേ. എത്ര പെട്ടെന്ന് കാലിയാക്കിയിട്ട് പോയെല്ലാം ബാക്കി ഉള്ള ടൈം ഫുള്ള് തന്നെ ബാക്കിയാവും. അവിടെ എങ്ങനെ മനിഞ്ഞെങ്കിൽ കുറച്ച് അങ്ങനെ ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടില്ലേ ഇത് വീഡിയോ ഫാസ്റ്റ് ആക്കിയതാണ്, ഇത്ര സ്പീഡൊന്നുമില്ല അങ്ങനെ നിങ്ങൾ കുറേ കാണുമ്പോൾ ബോറടിക്കുന്നില്ലേ, അങ്ങനെ സ്പീഡിലിട്ടിട്ട് എടുത്തിയാന്ന്. അങ്ങനെ ഓരോരോ ബാച്ചായിട്ടില്ല ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി ഉണ്ടാക്കിയ അപ്പങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് തൂക്കിയിട്ട് തന്നെയാണ് വെച്ചത്, വീണ്ടും ഒന്ന് കൺഫേം ആക്കിയിട്ട് വെച്ചതാണ്. അങ്ങനെ അത് പാക്കിങ് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ നമുക്ക് ഇനിയുള്ളത് ഡേറ്റ്സ് മസാല ഫ്രൈ ഇല്ല അതൊന്ന് ഫ്രൈ ആക്കാനാണ്. അങ്ങനെ അതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചിട്ടായിട്ടില്ലേ നമുക്കൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാറ്റർ റെഡി ആക്കണം. എന്നൊക്കെ കിച്ചണിൻ്റെ അടിയിൽ ഇങ്ങനെ കച്ചറായിട്ട് കാണുന്നില്ല, ഇടയിലെ ക്യാബിനാക്കണമെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കിച്ചൺ കെട്ടുമ്പോൾ. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ക്യാബിനാക്കിയെങ്കിൽ നമുക്ക് അടുക്കാനും എടുക്കുമ്പോൾ ഒരു അൽമ്പന്നല്ലേ, അതിനാട്ടി നല്ലത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒരു പാത്രങ്ങളും ചട്ടികളെല്ലാം എടുക്കാമല്ലോ അല്ലേ. പിന്നെ ഞാൻ ക്യാബിനെ ക്യാൻസലാക്കിയതാണ്. ഫുള്ളുള്ള ചാന ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റാന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഓരോരോ ബാച്ചായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. കുക്കർ വേറെ, ചട്ടി വേറെ, നോൺ സ്റ്റിക്കിൻ്റെ പാന് വേറെ, ഡെയിലി യൂസിൻ്റെ പാത്രം വേറെ, അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ. അപ്പോൾ അതെല്ലാം അവിടെ സെറ്റായതിനു ശേഷമല്ലേ നമുക്ക് ഇതിനെല്ലാം ഒന്ന് ബോൾസാക്കിയിട്ട് എടുക്കാം. ആ ടൈമിൽ ഇതൊരു പണി തരുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പുറത്തായിട്ട് ഞാനിങ്ങനെ ഓനെ നോക്കിക്കോളുള്ളതാന്ന് പറഞ്ഞാൽ പനി, ചുമ, ജലദോഷം എല്ലാം ഉണ്ട് അതിന് അതിൻ്റെതായ പുക്കറും കരച്ചിലും എൽമും എല്ലാം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓനെ സെറ്റാക്കുന്നത്, ബലോട്ട് വരുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ. ഇപ്പം ഞങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്ന മെസ്സേജ് തന്നെയാണ്, ഞങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, എങ്ങനെ ഇതിന് സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞു തരുമോ, എങ്ങനെ ആക്കണ്ടേന്ന് അറിയുന്നില്ല, തുടങ്ങാൻ ഇഷ്ടമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നല്ല പറയുന്നത്. കുറേ കമൻറ്റ് ഇപ്പോൾ വരുന്നത് അത് തന്നെയാണെന്ന് പറഞ്ഞാൽ. തുടങ്ങണമെന്നിട്ട് അങ്ങനെ വെച്ചിട്ട് മനസ്സിലിരുന്നിട്ടൊന്നും കാര്യമില്ല. തുടങ്ങണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് തുടങ്ങാം. ഫസ്റ്റ് തന്നെ എന്താക്കണം അറിയാം, നമ്മൾ അടുത്തുള്ള ഷോപ്പിലേക്കെല്ലാം വേണമെന്ന് ചോദിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ സ്നാക്സ് എല്ലാം ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ടല്ലോ, ചായക്കടി, എണ്ണക്കടി അങ്ങനത്തെ എല്ലാം. അപ്പോൾ ഷോപ്പിലേക്ക് തട്ടുകിടക്കുക അങ്ങനെ ഇങ്ങനെ എല്ലാം ഇല്ലേ ചോദിച്ചിട്ട് കുറച്ച് ഫസ്റ്റ് നല്ല കഷ്ടപ്പെടണം, കുറച്ച് മര്യാദ പോകും. എന്തെങ്കിലും അങ്ങോട്ട് പോയിട്ട് ചോദിക്കണം വേണ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് നമ്മളെ ഒരു ജോബിൻ്റെ ഭാഗം വന്നിട്ടില്ല, അതിനൊന്നും മെയിൻ്റ് ആക്കാതെ പോയി ചോദിക്കണം വേണ. അപ്പോൾ കുറച്ച് അങ്ങനെ വലിയ റേറ്റ് ഒന്നും തരാമല്ലോ, എന്തെങ്കിലും ഷോപ്പ് ഓറ വാടക
ഓറെ ലാഭം എടുത്തിട്ടല്ലേ നമുക്ക് തരൂ. അതെല്ലാം പ്രശ്നമില്ല എന്നിട്ട് മെയിൻ്റെ ആക്കാണ്ട് ഫസ്റ്റ് കുറച്ച് കഷ്ടപ്പെടണം. കഷ്ടം നല്ല പെടണം. പക്ഷെ ഫസ്റ്റ് ലാഭമൊന്നും ഇങ്ങനെ കിട്ടല. ഇപ്പോൾ ഏകദേശം ഓറെ ലാഭം എടുത്തിട്ടായിട്ടല്ല നമുക്ക് തരും അത്ര. അപ്പം അതിനെല്ലാം ഒത്തിട്ട് ഫസ്റ്റ് ലാഭം ഇങ്ങനെ കിട്ടിയില്ല, അങ്ങ് മോശമില്ല എന്നിട്ട് നല്ല നല്ല അടിപൊളിയാക്കി കൊടുത്തെങ്കിലേ ആടൊക്കെ ഷോപ്പുകാർ വന്നിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതും ഓർഡർ കൂടുതലെല്ലാം അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം. അങ്ങനെ ഡെയിലി ഷോപ്പിലേക്കെല്ലാം കൊടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുക, അതിൻ്റെ ഫോട്ടോസ് എടുക്കുക, അതിൻ്റെ സ്റ്റാറ്റസ് വെക്കുക, ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് വെക്കുക. അങ്ങനെയല്ല ഇപ്പോൾ ഇൻസ്റ്റയിൽ ഭയങ്കര ട്രെൻഡിങ് അല്ലേ, ഇൻസ്റ്റയിൽ കയറിയിട്ട് നോക്കുന്ന എല്ലാവരും അധികം. അപ്പോൾ വാട്സപ്പായിട്ടും ഇൻസ്റ്റയായിട്ടും എല്ലാം സ്റ്റാറ്റസ് വെക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഡെയിലി കാണുന്ന സെയിലാക്കുന്ന കൊടുക്കുന്നതല്ല. അപ്പം അങ്ങനെ ഓർഡർ തരും. അങ്ങനെ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അവരുടെ ഫാമിലിയൊക്കെ പറഞ്ഞിട്ട് ഓർഡർ കിട്ടും. അങ്ങനെ ആയിട്ടല്ലേ ഓർഡർ കിട്ടുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് കുറേ ഓർഡർ ഇങ്ങനെ ഒന്നാകെ വന്നിട്ട് കൂടുന്നു അങ്ങനെയല്ലല്ല. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് അത് നല്ലൊരു സക്സസ് ആകുമ്പോൾ പിന്നെ 4 ഭാഗത്ത് നമ്മൾ ഐറ്റംസ് എല്ലാം അങ്ങോട്ടും എത്തുന്നത്. അങ്ങനെ അറിയാം. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇങ്ങനെ ഓർഡർ കിട്ടുക ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ കഴിയല്ലേ. നമ്മൾ കുറേ ഇതിപ്പോൾ എൻ്റെ 4 കൊല്ലം 5 കൊല്ലം എന്തായെന്ന് തോന്നുന്നു ഞാൻ ഈ ഓർഡറും കാര്യങ്ങളെല്ലാം. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഞാൻ അച്ചാറ് സ്നാക്സ് എല്ലാം ഹോട്ടലിലേക്കാണ് കൊടുത്തത്. എന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് അവിടെ കുറച്ച് പിന്നെയും വേറെ പുറത്ത് ഓർഡറുകൾ കിടുമ്പോൾ മെല്ലെ ഷോപ്പിന് അൽക്കിയും അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ പിന്നെ ഇപ്പോഴും ഉണ്ട് കുറേ ആൾ ഷോപ്പിലേക്ക് ചോദിക്കുന്നില്ല. നമുക്ക് ഡെയിലി ഷോപ്പിലേക്ക് കൊടുക്കാൻ എന്തായാലും കഴിയുന്നില്ല. ഈ ബാറെല്ലാം ഓർഡർ ഉണ്ടാകുമ്പോഴേക്കില്ല അതിനെന്നെ ഫോക്കസ് ആക്കാൻ കഴിയുന്നില്ല. അപ്പോൾ രാവിലെ ബിരുന്നിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടെങ്കിൽ രാവിലെ കിച്ചണിലേക്ക് കയറണ്ടേ. ഇപ്പോൾ ഉച്ചക്കത്തെ ബിരുന്ന് അങ്ങനെ. അപ്പോൾ രാവിലെ 4 മണി 5 മണി ആ ഒരു ടൈമിലെല്ലാം അന്ന് കിച്ചണിലോട്ട് കയറുന്നത്. അപ്പോൾ കിച്ചണിൽ കയറി പിന്നെ ഈ സ്നാക്സിൻ്റെ പണിയെടുത്ത് നമുക്ക് ഈ ബിരുന്നിനെ കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും സെറ്റാക്കി തരുന്നാന്ന് നിൽക്കുമ്പോൾ അത് വലിയവർക്ക് സമാധാനം ആകുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ടേസ്റ്റ് ആക്കിയിട്ട് എന്താ ഹോം ബേക്കേഴ്സ് അല്ല നമ്മൾ കഴിഞ്ഞത്ര ടേസ്റ്റ് ആക്കാൻ എന്നെ നോക്കും. നമ്മൾ അത്ര വൃത്തിയിലും അങ്ങനെ കച്ചറയില്ലാണ്ട് നല്ല ടേസ്റ്റാണോ നല്ലതാണോ എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും കച്ചറാക്കുന്നത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഹോട്ടലിലെല്ലാം ചെയ്യുമ്പോൾ ഒരു ബൾക്കായിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ. പക്ഷേ ഹോം ബേക്കറെല്ലാം ചെയ്യുന്നത് എങ്ങനെ, നമുക്കിപ്പോൾ ഒരാളൊരു 10 ഉന്നക്കായ് വേണം, 10 കട്ട്ലേറ്റ് വേണമെന്നില്ലെങ്കിൽ ഓർക്കും വേണ്ടിയിട്ട് തന്നെ നമ്മൾ 10 ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റേതായ വൃത്തിയും ഇതും എന്തായെങ്കിലും ഉണ്ടാവാതിരിക്കാമല്ലോ. അതുകൊണ്ടാണ് ഹോം ബേക്കർ എല്ലാവരും ഭയങ്കര ഇപ്പോൾ ഫോക്കസ് ആക്കുന്നത്. കുറച്ചൊക്കെ പൈസ കൂടിയെങ്കിലും മോശമില്ല എന്നിട്ട് നമ്മളോട് തന്നെ ചോദിക്കുന്നോ ഇതാക്കുന്നോ മഷാല. അത് നമ്മളൊരു അത് നമ്മളൊരു കഴിവ് അല്ലേ, അങ്ങനെ നേരാക്കിയിട്ട് കൊടുക്കുന്നത് അങ്ങനെ. അപ്പോൾ ക്ലീനിങ്ങും കച്ചറയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം കൊടുത്തു വിട്ടതിന് ശേഷം കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് പാത്രങ്ങളെല്ലാം അടിച്ച് തുടച്ച് കഴിയതിന് ശേഷം അപ്പോൾ ഒന്ന് ആ വെയിൽ കാണുമ്പോൾ നമ്മളെല്ലാം പാങ്ങാന്നില്ല, പുറത്ത് വെയിലത്ത് ഇട്ടാന്നിട്ട് അങ്ങനെ ഞാൻ കുറച്ച് പാത്രങ്ങളും 2 വേസ്റ്റ് തുണിയുണ്ട് അതിനെ കിച്ചണ് തുടക്കുന്നത്. അതിനെ ഒന്ന് നല്ല പാങ്ങല തുടച്ചിട്ട് വെയിലത്ത് ഇട്ടിട്ടുണ്ട്. അത് ആ ചൂടോടെ ഉണങ്ങി കിട്ടുമ്പോൾ ഒരു വേറെ തന്നെ ഫീൽ അല്ലേ. അത് പെണ്ണുങ്ങൾക്ക് മാത്രം അറിയുന്നൊരു ഫീല് അങ്ങനെ. അപ്പോൾ എല്ലാം വൃത്തിയാക്കി മുറ്റെല്ലാം അടിച്ചിട്ടായതിന് ശേഷം ഇനി ഞാൻ മഴദിനൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ്. എൻ്റെ ബാക്കിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരു വക കച്ചറാക്കുന്നു, ഓരോരടി കൊടുക്കുന്നു, ബൈലോട്ട് നേരാക്കുന്നു, ബൈലോട്ട് കയറിയുന്നു, അങ്ങനെയെല്ലാം ഉണ്ട്. അങ്ങനെ മഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് കിച്ചൺ ക്ലീനിങ് നീറ്റായതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇപ്പോൾ ഏകദേശം മണി 12:30 ബാങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി കുളിച്ചിട്ട് ഫ്രഷായിട്ട് മഴദിനെയും കുളിപ്പിക്കണം. ഞാൻ വന്ന് ഫ്രഷായിട്ട് ബാബിൻ്റെ അടുക്ക് പോലാന്ന്. അപ്പോൾ പോയിട്ടാകുമ്പോഴേക്കാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്ന് ജനൽ ക്ലോസ് ആക്കിയിട്ടില്ലാന്ന്. ഇത് അടുക്കാതെ പോയെങ്കിൽ ഒരു പേടി തന്നെ. നമ്മൾ അപ്പുറത്തെല്ലാം ഒരു കാടല്ലേ, അപ്പുറത്തെല്ലാം കാടായതുകൊണ്ട് തന്നെയല്ലേ തുറന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സമാധാനമില്ല. അപ്പോൾ നമ്മളെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് അടിച്ചിട്ട് ക്ലോസ് ആക്കിയിട്ട് പോകലാന്ന്. അങ്ങനെ അതെല്ലാം ആയതിനു ശേഷം നമ്മൾ മിഷനിലിട്ടത് പകുതിയിലില്ലേ അതിനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടായിട്ട് നമുക്ക് ഡോറെല്ലാം ക്ലോസ് ആക്കിയിട്ട് പോകാം അപ്പുറത്തേക്ക്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നല്ല വൃത്തിയുണ്ട് ഓർഡറെല്ലാം കഴിഞ്ഞെങ്കിൽ ഇങ്ങനെയാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഒന്നല്ല. ഞാൻ ബിരുന്നിൻ്റെ എല്ലാം ഓർഡർ കഴിഞ്ഞെങ്കിൽ ആകെ തല കുത്തി മറിയലാന്ന് കിച്ചണിൻ്റെ അവസ്ഥ. ഈ ഓർഡറെല്ലാം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സെറ്റാക്കിയിട്ട് കൊണ്ടുവരാൻ കഴിയുന്നു. അങ്ങനെ അടുത്ത പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മഴദിനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല വകല കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇവിടെയില്ലേ ചൂടുവെള്ളം അവർക്കാർക്കും വേണ്ട അറിഞ്ഞാൽ എത്ര തണുപ്പ് മഴ വരുന്നെങ്കിൽ എല്ലാത്തിനും വേണ്ടി ഈ സാധാ വെള്ളം തന്നെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇയാൾ പായിന്ന് എടുക്കുന്നു വെക്കുന്നു തലക്ക് വെള്ളം വയ്ക്കുമ്പോൾ ഒരു പേടിയാന്ന് ബേബിക്ക്. അങ്ങനെ ഓനെ കുളിപ്പിച്ചിട്ട് ഫ്രഷ് ആക്കിയിട്ട് എടുത്തിട്ട് അതിന് ശേഷം ഞാനൊന്ന്
ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഉറങ്ങുന്നൊന്നും അറിയാല. എന്തെല്ലെങ്കിൽ ഈ ഓണത്തിൻ്റെ ലീവെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം പോയതല്ലേ, ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഓർ കളിച്ചുകൊണ്ട്. ഓർ പോയതിൻ്റെ എല്ലാ പിക്കറും പിരാന്തും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലെ പോകാനും ഓറുണ്ടെങ്കിൽ ഞാൻ ഓനത്ര എനിക്ക് ഫോക്കസ് ആക്കണമല്ലോ. ഓറെ ബാക്കിൽ തന്നെ നടന്നോളും പിള്ളമാരെ. പക്ഷേ ഓർ മൂന്നാളിപ്പോൾ പോയിട്ടാകുമ്പോൾ ഇല്ല ഒറ്റക്കയില്ല. അവന് ഭയങ്കര പിക്കറാക്കുന്നു അറിയാം. അത് പിന്നെ ചെറിയ ബേബി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണം അല്ലേ, അതിനെ മീൻ്റെ ആക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഓനൊന്ന് ഞാൻ ഫ്രഷ് ആക്കിയിട്ട് എടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ മെല്ലെ ഉറക്കിയിട്ട് തന്നെ ഭാബീൻ്റെ എടുക്കൊണ്ട് അതിൽ കുറേ നോക്കി ആടെ ഇത് ഉറങ്ങാൻ. ഇത് ഭയങ്കര ബിസിയാണ്. ഇപ്പോൾ ഇവർ 2 വയസ്സ് കഴിഞ്ഞ ആ ഒരു പ്രായമല്ലേ, ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കലും ക്വസ്റ്റ്യനും ആൻസറും ഭയങ്കര ഡൗട്ടും കാര്യങ്ങളെല്ലാം കൂടുതലാണെന്ന് പറഞ്ഞാൽ പാട്ട് പാടലും ഡാൻസ് കളിക്കലും മാഷാഅല്ലാ ഒരു വത്സന്ന. ചെറിയ ബേബി ഉണ്ടാകുമ്പോൾ ഒരു വേറെ തന്നെ ഒരു മൂടല്ലേ. ഞാൻ ഇങ്ങനെ ചെല്ലാന്ന് വേഗം വലുതായില്ല അങ്ങോട്ടെ മല്ലേ വലുതായ മതിയെന്ന് അങ്ങനെ ചെല്ലില്ല. ഇതൊരു ചെറിയ കുഞ്ഞാന്ന് പറഞ്ഞാൽ 2 വയസ്സായ കാര്യം പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. എനിക്ക് 2 വയസ്സായാ ഇല്ലപ്പാ എന്നിട്ടില്ലേ, ചെറുതൊരു തടിയില്ലേല ഒരു വലിഞ്ഞിട്ടാന്ന് അങ്ങനെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് മെല്ലെ വലുതായ മതി, ബലി അമ്പരപ്പില്ലാന്ന്. നമുക്ക് ചെറിയ ബേബി ആകുമ്പോൾ ഒരു വേറെ തന്നെ ചെയ്യില്ല. വലുതായിട്ടാകുമ്പോൾ പിന്നെ ആ ഒരു ദൂരാന്നില്ലേ. അങ്ങനെ എല്ലാം ഫ്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉറക്കാൻ കഴിയുന്ന നോക്കാം. ഒരു കൈ നോക്കുന്ന മാത്രം ഉറങ്ങല്ല. അപ്പോൾ ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ട് കുറേ ആൾക്ക് ഡൗട്ടുണ്ടായി. ചട്ടി ഇടുന്നു, പാത്രം ഇടുന്നെല്ലാം. അതാ ഞാൻ ഗോൾഡൻ കളറിൻ്റെ വീഡിയോ എല്ലാം ഇല്ലേ, അതെല്ലാം പാത്രങ്ങൾ നമ്മൾ ബഹ്റൈനിൽ കൊടുന്നതാണ് അസ്രു കൊടുന്നത്. അത് പിന്നെ നമ്മൾ ഇടുന്ന ഷോപ്പിംഗ് ആക്കിയതും ലുലു മാളിൽ നിന്ന് വാങ്ങിയത്. അങ്ങനെ ഇങ്ങനെ ഓരോരായിരുന്നു നമ്മളിങ്ങനെ ഓരോരുത്തർ തന്നെ എടുക്കുന്നല്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നതല്ലേ. അങ്ങനെ എൻ്റെ ഓർഡറും ക്ലീനിങ്ങും കാര്യങ്ങളും കുളിയും എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴേക്ക് ഇടുമ്പോൾ ഉസ്താദ് വന്നിട്ട് മുയിലതെല്ലാം ഒതിട്ട് അതിന് അങ്ങനെ എല്ലാം റെഡി ആകുന്നുണ്ട്. അപ്പോൾ അതാ ഭാബി നല്ല മന്തിയും വെറും ചോറും ചിക്കൻ ഫ്രൈ അല്ല മീൻ ഫ്രൈയും മീൻ മുളകിട്ടതും അങ്ങനെ വെജ് കറി അങ്ങനെ എന്തെല്ലോ റെഡിയാക്കിന്. അങ്ങനെ ഉസ്താദ് മൊയിലും അതെല്ലാം ഒതിട്ടതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കഴിച്ചതാണ്. വേറെ പുറത്താരുമില്ല, ഞാനും ഭാബി ഉമ്മ അനിയൻ്റെ ഓള് അങ്ങനെ കഴിച്ച ഉസ്താദ് അങ്ങനെ എൻ്റെ മക്കൾ അങ്ങനെ ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ റബ്ബിലെ മൊയിലും അതിൽ കഴിക്കുമ്പോൾ നമുക്കൊരു വേറെ ഒരു മൂടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റ് ആണ്. നിങ്ങൾ ഈ ലൈക്ക് കമൻറ്റെല്ലാം ഇട്ടിട്ട് കാണുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാമെന്നുള്ളൊരു മൂഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്കും കമൻറ്റും മറക്കണ്ട. നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഇട്ടോന്ന് ലൈക്കും കമൻറ്റല്ലോ. അപ്പോൾ കുറേ ആൾ മാഷാഅല്ലാഹ് നമ്മളെ വീഡിയോ ഇങ്ങനെ എത്തിക്കൊണ്ടുണ്ട്. ഒരാൾ കാണുമ്പോൾ തന്നെ സ്കിച്ചണല്ലേ വീഡിയോ നോക്കലുണ്ട് കാണലുണ്ട് നല്ല ചെല്ലുണ്ട്. അതെല്ലാം കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.